നമസ്കാരം. വിവേക് ക്രിക്കറ്റ് ചർച്ചയിലേക്ക് സ്വാഗതം. IDFC ഫസ്റ്റ് ബാങ്ക് T20 സീരീസിലെ മൂന്നാം T20 മത്സരം നാളെ രാജ്കോട്ടിലെ സൗരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാൻ കഴിയും. ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇന്ത്യക്ക് ഇപ്പോഴും ബാറ്റിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുടെ ബൗളിംഗ് നിര മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ബാറ്റിംഗ് നിരയിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയുടെ ഒറ്റയാൻ പ്രകടനം കൊണ്ട് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അതിന് മുൻപുള്ള ഒന്നാം T20 മത്സരത്തിൽ അഭിഷേക് ശർമ്മ മികച്ച രീതിയിൽ ബാറ്റ് ഇതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ ഒറ്റപ്പെട്ട ചില പെർഫോമൻസുകൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ ആദ്യത്തെ മത്സരത്തിൽ ഭേദപ്പെട്ട രീതിയിൽ ചെറിയ ഷോർട്ട് ഇന്നിങ്സ് ആയിരുന്നെങ്കിൽ കൂടി ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്തു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം അങ്ങേയറ്റം നിരാശപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം ഷോട്ട് സെലക്ഷനാണ്. ഷോട്ട് സെലക്ഷൻ ഇപ്പോഴും സഞ്ജു സാംസണെ സംബന്ധിച്ച് കൃത്യത ഇല്ലാത്ത ഒരവസ്ഥയാണ്. അദ്ദേഹത്തിൽ നിന്ന് മികച്ച ഇന്നിങ്സുകൾ ഉണ്ടായി എങ്കിൽ മാത്രമേ തുടർന്നും അദ്ദേഹത്തെ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയുള്ളൂ. അത് അദ്ദേഹം മനസ്സിൽ വെച്ച് ഇനിയുള്ള മത്സരങ്ങൾ ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി വളരെ മികച്ചത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ ഇന്നിങ്സുകളിലായി ബാറ്റിങ്ങിൽ അമ്പേ പരാജയമാണ്. കഴിഞ്ഞ കളിയിൽ വേഗത്തിൽ 2-3 ബൗണ്ടറികൾ നേടി 12 റൺസ് എടുത്ത് പക്ഷേ അദ്ദേഹം ഔട്ടാവുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി എല്ലാവരും മികച്ച പെർഫോമൻസ് നടത്താൻ നാളത്തെ മത്സരം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സൗരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം വളരെ ചെറിയ ഒരു ഗ്രൗണ്ടായതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻമാർക്ക് വളരെയധികം അനുകൂലമാണ്. ചെറിയ ബൗണ്ടറികളായതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം ഒരു ഒരു വലിയ സ്കോർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മാച്ചാണ്. അതേപോലെ ഇംഗ്ലണ്ടിൻ്റെ പ്രശ്നവും ഇന്ത്യക്ക് സമാനം തന്നെയാണ്. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റ്സ്മാൻമാർ മികവ് കാണിക്കുന്നില്ല. ജോസ് ബട്ട്ലർ മാത്രമാണ് ആ കാര്യത്തിൽ ഒരു അപവാദമായുള്ളത്. അദ്ദേഹം മികച്ച കൺസിസ്റ്റൻസി കാണിക്കുന്നുണ്ട്. തീർച്ചയായും നാളത്തെ മത്സരം ഒരു തീപാർന്ന മത്സരം ആകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.